ഹായ് ഹലോ മലയാളം സീരിയൽ റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി എല്ലാവരും ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. അങ്ങനെ ഹണിമൂൺ പോകാനുള്ള തയ്യാറെടുപ്പിൽ നയനയും ആദർശയും കൂടി മുത്തശ്ശനോടും മുത്തശ്ശിയോടും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ നിങ്ങൾ പോയിട്ടൊക്കെ വാ, ഞങ്ങളൊക്കെ മുന്നേ പോയിട്ട് ടൂറ് പോയാൽ പിന്നെ തിരിച്ചു വരാൻ തോന്നാറേ ഇല്ല, അതുപോലെ നിങ്ങളും പോയിട്ട് കുറച്ച് കൂടുതൽ ദിവസമൊക്കെ നിന്നിട്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു മുത്തശ്ശൻ. ഇതിനിടെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, എന്താ പറയുക, ആദർശിൻ്റെ മുത്തശ്ശൻ എന്ന പേരിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ആദർശ് പറയുകയുണ്ടായി, അങ്ങനെയൊന്നും വേണ്ട, എനിക്ക് മൂർത്തി മുത്തശ്ശൻ്റെ പേരക്കുട്ടി എന്ന രീതിയിൽ അറിയപ്പെട്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ കുടുംബ പാരമ്പര്യമായിട്ട് തന്നെ ജ്വല്ലറിക്കാരായിരുന്നു, അപ്പോൾ അതിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ നോക്കി ഇതുവരെ, ഇനി നീ നല്ല രീതിയിൽ തന്നെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടൊക്കെ ഇങ്ങനെ നയനയോടും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ജലജ. അങ്ങനെ ജലജ അവിടെ അവർ സംസാരിക്കുന്നത് കേട്ടിട്ട് നേരെ മുകളിലേക്ക് പോയി. അവിടെ ദേവയാനിയും ജാനകിയും പിന്നെ അനാമികയും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് ജലജ പറയുന്നുണ്ട്, മൂന്നാറിലേക്കാണോ കൊടൈക്കനാലിലേക്കാണോ ഇനി അതോ ഊട്ടിയിലേക്കായിരിക്കുമോ യാത്ര, എത്ര ദിവസമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നീ ആരുടെ കാര്യം ജലജ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, ഓ അത് ശരി, അനാമിക മോള് ടൂറ് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, എന്നിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ജാനകി ഇങ്ങനെ അനാമികയോട് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, ഞാനെവിടെയും പോകുന്നൊന്നുമില്ല എന്ന് പറയുമ്പോൾ ദേവയാനി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പം പിന്നെ ആരാ പോകുന്നത് ജലജ എന്ന് പറയുമ്പോൾ, അത് ഏടത്തിയുടെ മോനും മരുമോളും തന്നെ എന്തെങ്കിലും പറയുമ്പോൾ ദേവയാനി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ടായിരുന്നു. കാരണം ദേവയാനി അറിയുന്നുണ്ടായിരുന്നില്ല ഇവരുടെ പ്ലാനൊന്നും. അങ്ങനെ അവരിങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ ഏടത്തി ഒന്നും അറിഞ്ഞില്ലായിരുന്നോ എന്നിങ്ങനെ പറയുമ്പോൾ, ഒന്നും അറിയാത്തത് കൊണ്ടുണ്ടായ ഒരു സങ്കടവും ദേഷ്യവും കാരണം ഇങ്ങനെ ദേവയാനി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതിനിടെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്, കല്യാണം ഞങ്ങളുടെയാണ് അവസാനം കഴിഞ്ഞത്, ഇപ്പം അടുത്ത് കഴിഞ്ഞത്, എന്നിട്ട് എന്നെ കൂടി കൂട്ടക്കൊണ്ട് പോകാൻ അമ്മയുടെ മോന് പറ്റില്ല എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ തുടർന്ന് ബാക്കിയുള്ള 3 പേരും കൂടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ കുഞ്ഞ് പിറക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരു ദുഷിപ്പ് ഉള്ള രീതിയിൽ അവർ 3 പേരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെയായിരുന്നു അവരുടെ 3 പേരെയും സംസാരം. ഒരു കുഞ്ഞ് നനയ്ക്ക് ജനിക്കരുത് എന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യാത്ര എങ്ങനെയെങ്കിലും മുടക്കാനുള്ളൊരു ഇതും അവർ ശ്രമിക്കും. ഇതിനിടെ അനാമിക അനിയോട് പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ ടൂറ് പോകുന്നതും നീ എന്താ എന്നെ കൊണ്ടുപോകാത്തതെന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ കൂടെ യാത്ര ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അവിടെയും അവർ രണ്ടുപേരും തമ്മിൽ അടിയാവുകയാണ് ചെയ്യുന്നത്. നേനെ വീണ്ടും അനാമിക കുറ്റപ്പെടുത്തുമ്പോൾ അനി പറയുന്നുണ്ട്, നീ വെറുതെ അവരുടെ പേര് പറഞ്ഞ് ഇതാക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതിനിടെ നവ്യ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവിടേക്ക് നയന വരുമ്പോൾ നവ്യ ഇങ്ങനെ വിളിച്ചെന്ന്, നയനെ എന്തായി ട്രിപ്പൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആദർശേട്ടൻ ഇങ്ങനെ പോകാനിങ്ങനെ പ്ലാൻ ഇടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നവ്യ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്കുണ്ടൊരു ഭർത്താവ്, ഇവിടെ ദൂരെ ഒന്നുമല്ല, ഇവിടെ അടുത്ത് വരെ കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവിടേക്ക് ജലജ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജയോടും ഇതേ കാര്യം നവ്യ ഇങ്ങനെ പറയുമ്പോൾ, എന്തിനാ കൂടുതൽ ചുറ്റുന്നത്, നീ തന്നെ ചുറ്റിക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ അവൻ നിന്നെയും കൂടി ചുറ്റിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കണക്കിന് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു നവ്യ അപ്പോൾ ജലജയ്ക്കെതിരെ. അങ്ങനെ എന്നാൽ നിങ്ങൾ പോയി ജ്യൂസ് കൊണ്ടുപോവാ എന്തെങ്കിലും പറഞ്ഞ് നയനക്കും കൂടി കൊണ്ടുപോവാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേഷ്യത്തോടെ ജലജ ജ്യൂസ് എടുക്കാൻ പോയി, ഇല്ലെങ്കിൽ വീഡിയോ കാണിച്ച് എല്ലാവരും അറിയിക്കുക എന്നുള്ള ഭീഷണിയിൽ വഴങ്ങുകയാണെന്നല്ലോ ഇപ്പോൾ ജലജ. അപ്പോൾ ജ്യൂസ് എടുക്കാൻ പോയി. അപ്പോൾ ഇങ്ങനെ നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ജ്യൂസിൽ വല്ലതും കലർത്തി കൊണ്ടുവരുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരുടെ ഇവിടുത്തെ ജീവിതം അവസാനിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന വളരെ സന്തോഷത്തിലാണ് നവ്യയോട് ഇങ്ങനെ സംസാരിച്ചത്. ശേഷം നയന ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ ആദർശ് അവിടേക്ക് വരികയായിരുന്നു.
അപ്പോൾ എത്ര ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ഒന്നും തീരുമാനിച്ചില്ല, അവിടെ നിന്ന് ചിലപ്പോൾ മാക്സിമം 10 ദിവസം വരെ ഉണ്ടാവും. അപ്പോൾ നീ അതിന് കണക്കായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോ, തണുപ്പുള്ള സ്ഥലമാണ്, അതിന് കണക്കായിട്ടുള്ള ഡ്രസ്സും എടുത്ത് വെച്ചോ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട്. ഇതിനിടെ നന്ദാവനത്തിൽ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുകയായിരുന്നു കനക. സഹായത്തിന് നന്ദുവും ഗോവിന്ദനും ഉണ്ട്. അപ്പോൾ മോൾ ഒരുപാട് കൂടി യാത്ര ചെയ്യുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നയനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ഇതിനിടെ കുറച്ച് നവ്യമോൾക്കും വേണ്ടിയും അവരാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നുണ്ട്, അഭിയും കൂടി നന്നായിരുന്നെങ്കിൽ സന്തോഷം ഇരട്ടിയായെന്ന് ഇങ്ങനെ പറയുമ്പോൾ കനക ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാ സന്തോഷവും ദൈവം ഒരുമിച്ച് തരത്തില്ലല്ലോ ഗോവിന്ദട്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദുവും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും മാറ്റിയിടത്തല്ലേ പറ്റൂ, അഭിയെ ഇപ്പോൾ നവ്യടത്തേക്ക് കുഞ്ഞും ആയില്ലേ, പ്രഗ്നൻറ്റും ആയിപ്പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു നവ്യയുടെ കാര്യങ്ങളൊക്കെ. നയനയുടെ കാര്യത്തിൽ അവർക്ക് കുറച്ച് സന്തോഷം, കുറച്ച് സമാധാനം കിട്ടിയതോടെ പിന്നെ നവ്യയുടെ കാര്യങ്ങളിലേക്കാണ് അവർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നത്. ഇതിനിടെ ദേവയാനിയെ നല്ലോണം നല്ലപോലെ തന്നെ ജലജയും എന്താ പറയുക ജലജയൊക്കെ ജാനകിയൊക്കെ ഇങ്ങനെ ഒരുപാട് കുത്തിത്തിരിപ്പ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ യാത്ര എങ്ങനെയെങ്കിലും മുടക്കാനും കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കാനുള്ള പ്ലാനൊക്കെ അവരിങ്ങനെ പദ്ധതി ഇടുന്നുണ്ട്. ഇതിനിടെ അവർ വീട്ടിലേക്ക് പോകാൻ വേണ്ടി, നന്ദാവനത്തിലേക്ക് പോകാൻ വേണ്ടി ആദർശം തന്നെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവിടെ അനാമിക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയാം, ഞങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ടൂർ പോവാല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അവിടേക്ക് അവർ രണ്ടുപേരും വരികയും ഒരുപാട് നയനെ കുത്തി പറയുമ്പോൾ നയന നല്ല രീതിക്ക് തന്നെ തിരിച്ച് അനാമികയോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് ഞാൻ കേൾക്കും, പക്ഷെ നീ എൻ്റെ അനിയത്തിയ, നീ എന്നോട് സംസാരിക്കാനായിട്ടില്ല എന്ന് തന്നെ നയന മുഖത്ത് നോക്കി പറയുന്നുണ്ടായിരുന്നു അനാമികയോട്. അത് കേട്ടൊന്നും തിരിയാതെ ഉത്തരം മുട്ടി നിൽപ്പുണ്ടായിരുന്നു അനാമിക. അപ്പോൾ അത് കൊണ്ട് ദേഷ്യത്തോടെ ഇങ്ങനെ തൻ്റെ അമ്മയെ വിളിച്ച് പറയുകയും, അമ്മ അവിടെ ഓടിയെത്താം, ഞാനിപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞ് ദേവയാനെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി വരാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അനാമികയുടെ അമ്മ ഉണ്ടായിരുന്നത് പണി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവൾ തിരിച്ചു വരുമ്പോഴേക്കും അവളെ കരയിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ വിളിച്ച് വരുത്തിക്കുകയാണ് അനാമിക തൻ്റെ അമ്മയെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. അപ്പോൾ സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയാൻ എല്ലാവരും ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ഓക്കെ, ബൈ.